ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ ഒരുക്കുന്ന യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ മനുഷ്യൻ സൗഭാഗ്യത്തിനു വേണ്ടി അത്യധികം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് നാം കാണുകയായിരുന്നു. യുക്യാറ്റ് 3-ാം ഭാഗത്തിലെ 283, 284 ഖണ്ഡികകൾ നാം ഇന്ന് ധ്യാന വിഷയമാക്കുകയാണ്. ഭൂമിയിലെ എല്ലാ സൗഭാഗ്യവും നിത്യസൗഭാഗ്യത്തിൻ്റെ ഉന്നാസ്വാദനം മാത്രമാണല്ലോ. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം സൗഭാഗ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ വീക്ഷണം എന്തെന്ന് നമുക്ക് വെളിവാക്കി തരുന്നു. വിശുദ്ധ മത്തായി 5:3-12 വരെ വാക്യങ്ങളിലാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ നാം കാണുക. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ ഇങ്ങനെ പറയുന്നു: അവിടുന്ന് മാത്രമാണ് അനുഗമനയോഗ്യമായ മാർഗം, പ്രകാശനയോഗ്യമായ പ്രകാശം, ജീവിക്കത്തക്ക ജീവിതം, സ്നേഹിക്കത്തക്ക സ്നേഹം. യുക്യാറ്റ് 284-ാം ഖണ്ഡിക എന്തുകൊണ്ടാണ് സുവിശേഷ ഭാഗ്യങ്ങൾ ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് നമ്മോട് ചോദിക്കുന്നു. ദൈവരാജ്യം ആഗ്രഹിക്കുന്നവർ യേശു തരുന്ന മുൻഗണനകളുടെ പട്ടികയിലേക്ക്, സുവിശേഷ ഭാഗ്യങ്ങളിലേക്ക് നോക്കുന്നു എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1716-17, 1725-26 ഖണ്ഡികകൾ നമ്മോട് പറയുന്നത്. അബ്രാഹത്തിന്റെ കാലം മുതൽ ദൈവം ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി. യേശു അവ സ്വീകരിക്കുന്നു, അവയെ സ്വർഗവുമായി ബന്ധപ്പെടുത്തുന്നു, തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ കർമ്മ പരിപാടിയാക്കുകയും ചെയ്യുന്നു. ദൈവപുത്രൻ നമ്മുടെ ദാരിദ്ര്യത്തിൽ പങ്കുചേരാൻ വേണ്ടി ദരിദ്രനാകുന്നു. അവിടുന്ന് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും വിലപിക്കുന്നവരോടുകൂടെ വിലപിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അക്രമത്തിലേക്ക് തിരിയുന്നില്ല, പിന്നെയോ മറുകരണം കാണിക്കുന്നു. അവിടുത്തേക്ക് കാരുണ്യമുണ്ട്, അവിടുന്ന് സമാധാനം സൃഷ്ടിക്കുന്നു. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള സുനിശ്ചിതമായ മാർഗം നമുക്ക് കാണിച്ചു തരുന്നു. ഫ്രാങ്കോ ഫെനലോളിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ദൈവം ഇഷ്ടപ്പെടുന്നതെല്ലാം ഇഷ്ടപ്പെടുക, എപ്പോഴും അത് തന്നെ ഇഷ്ടപ്പെടുക, എല്ലാ സന്ദർഭങ്ങളിലും കലവറയില്ലാതെ അത് തന്നെ ഇഷ്ടപ്പെടുക. തികച്ചും ഉള്ളിലുള്ള ദൈവരാജ്യം അതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അന്വേഷിക്കുന്നവരാണ് ബലഹീനരായ മനുഷ്യർ. ഈ ലോകത്തിൻ്റെ ദുഃഖദുരിതങ്ങൾ ഞങ്ങളെ നിരാശയിലേക്ക് നയിക്കുന്നു. ക്ഷണികമായ ഈ ജീവിതത്തിലെ ദുഃഖദുരിതങ്ങൾ വരാനിരിക്കുന്ന നിത്യസൗഭാഗ്യം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. ഏതു പ്രതിസന്ധിയിലും തളരാതെ പതറാതെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാനും നീ നൽകുന്ന നിത്യസൗഭാഗ്യം സ്വന്തമാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.